Hey guys, welcome back to NKL. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ പ്രിവ്യൂ കണ്ട ആ ഒരു രീതിക്കുള്ള പോസ്റ്റർ എങ്ങനെ വളരെ സിമ്പിളായിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ അലൈറ്റ് മോഷൻ യൂസ് ചെയ്തിട്ടാണ് ആ ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവൻ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. സോ ഗൈസ്, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഞാനിപ്പോൾ ഇവിടെ അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുകയാണ്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റർ 1:1 റേഷ്യോയിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ നമ്മൾ ക്രിയേറ്റ് പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മീഡിയയിലേക്ക് വന്ന ശേഷം നമ്മൾ ഫസ്റ്റ് ഒരു ബാക്ക്ഗ്രൗണ്ട് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്, ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, അത് ജസ്റ്റ് ടാപ്പ് ചെയ്തിട്ട് 3 ഡോട്ടിൽ വന്നിട്ട് ഫിൽ സ്ക്രീൻ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിക്ക് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഫസ്റ്റ് സെറ്റ് ചെയ്യുക. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ അടുത്തതായിട്ട് ആരുടെയാണോ പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ഒരു ഫോട്ടോ ഇതുപോലെ വന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ ഒരു റേഞ്ചിൽ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, റെക്റ്റാങ്കിൾ ആഡ് ചെയ്തിട്ട് നമ്മൾ ആ ഒരു റെക്റ്റാങ്കിൾ വന്ന് ഈ ഒരു ലെയറിൻ്റെ താഴെയായിട്ട് ഇതുപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ സൂം ചെയ്യുക. ഓക്കെ, ഇതിൻ്റെ കുറച്ച് സൈസും കാര്യങ്ങളൊക്കെ എത്രയാണെന്ന് വെച്ചാൽ നമ്മൾ ഇതേപോലെ അതായത് നമ്മൾ ആ ഒരു ഇമേജ്, ആ ഒരു PNG ഇമേജ് കറക്റ്റായിട്ട് അതിൽ സെറ്റ് ചെയ്ത് നിൽക്കണം. സോ ആ ഒരു രീതിക്ക് നമ്മൾ ഈ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ ആ റെക്റ്റാങ്കിൾ കറക്റ്റായി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ഞാനിപ്പോൾ ഇന്റർ മിലാൻ്റെയാണ് ആക്കുന്നത്, അതായത് ലൗട്ടറോ മാർട്ടിനസിൻ്റെയാണ് ചെയ്യുന്നത്. സോ നമ്മളിപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാക്ക് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റെക്റ്റാങ്കിളിൽ ഗ്രേഡിയൻ്റ് ആണ് ആഡ് ചെയ്യേണ്ടത്. കളർ ആൻഡ് ഫില്ല് വന്നിട്ട് നമ്മൾ ഗ്രേഡിയൻറ്റ് സെലക്ട് ചെയ്യുക. സോ ഞാനിപ്പോൾ ഈ ഒരു ഗ്രേഡിയൻറ്റ് ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. അതായത് താഴെ ബ്ലാക്ക് കളറും മുകളിൽ ബ്ലൂ കളറായിട്ടുള്ള ഈ ഒരു ഗ്രേഡിയൻറ്റ് നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ നമ്മൾ ഇനി എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ലൗട്ടറോ മാർട്ടിനസിന് കുറച്ച് എഫക്ട്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്ത കളർ ടെമ്പറേച്ചറാണ് ഒരു ബ്ലൂ ടോൺ നമ്മൾ സെറ്റ് ചെയ്യുക. അതായത് നിങ്ങളിപ്പോൾ ഏതൊരു പ്ലെയറിൻ്റെ ആണോ ചെയ്യുന്നത്, ഇപ്പം നമ്മളൊരു റെഡിഷ് തീം മാഞ്ചസ്റ്റർ യുണൈറ്റഡിലാണെങ്കിൽ നമ്മൾ കളർ ടെമ്പറേച്ചർ ഒരു റെഡിലേക്ക് സെറ്റ് ചെയ്യുക. അതായത് ആ ഒരു ടീമിൻ്റെ കളർ എന്താണോ ആ ഒരു രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഇമേജിൻ്റെ കളർ സെറ്റ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയൊരു ഗ്ലോ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോൾ ആഡ് ചെയ്യുന്ന പോലെ സോഫ്റ്റ് ഗ്ലോ ആണ് ആഡ് ചെയ്തിട്ടുള്ളത്. അതിൽ ഡിഫ്യൂഷൻ്റെ വാല്യൂ 0 ആക്കി കൊടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ നമ്മളെ സ്റ്റാൻഡേർഡ് സെറ്റിങ്സോടുകൂടി ആഡ് ചെയ്തതാണ്. കോൺട്രാസ്റ്റ് 20, ബ്രൈറ്റ്നസ് 100 അങ്ങനെ. ദെൻ നമ്മൾ ഷാർപ്പൻ ആഡ് ചെയ്യുന്നുണ്ട്. ഷാർപ്പൻ്റെ വാല്യൂ പറഞ്ഞാൽ 0.03 സ്ട്രെങ്ത്ത്, റേഡിയസ് നമ്മൾ ഫുൾ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഫസ്റ്റ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നമ്മൾ ഇതിലേക്ക് നമ്മളൊരു വൈറ്റ് ലൈൻ ഇതേപോലെ സെൻറ്ററിൽ ക്രോസ് ചെയ്യുന്ന രീതിക്ക് 2 ലൈൻ വെക്കുന്നുണ്ട്. സോ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ ഒരു റെക്റ്റാങ്കിൾ സെലക്ട് ചെയ്യുക, ഇതുപോലെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് ഇത് അറേഞ്ച് ചെയ്യുക. ദെൻ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഒരു ലെയർ സെലക്ട് ചെയ്തിട്ട് കളറിൽ വന്നിട്ട് അത് വൈറ്റ് ആക്കി കൊടുക്കുക. ഓക്കെ, വൈറ്റ് ആക്കി കൊടുത്ത ശേഷം നമ്മൾ എഡിറ്റ് ഷേപ്പിലേക്ക് വന്ന ശേഷം നിങ്ങൾക്ക് എത്രയാണോ സൈസ് വേണ്ടത് ആ ഒരു റേഞ്ചിൽ സെറ്റ് ചെയ്യുക. ഞാനിപ്പോൾ ഒരു 7ലേക്ക് സെറ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ദെൻ അതുപോലെ ഈ ഒരു ലെയർ, അതായത് Y ആക്സിസും വന്ന് നിങ്ങൾ ചേഞ്ച് ചെയ്തിട്ട് കറക്റ്റായിട്ട് ആ ഒരു താഴെയും മുകളിലും കറക്റ്റായി വരുന്ന രീതിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു വാല്യൂസും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ബേസിക്കാണ്, നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. എന്ന് ഞാൻ പറഞ്ഞാൽ ഇതാ ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യാണ്. ഒരു ലെയർ ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് അടുത്തൊരു ലെയർ ഇതാ ഈ ഒരു സൈഡിലായിട്ടും സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഇനി നമ്മൾ അടുത്ത എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു ലൗട്ടറോ മാർട്ടിനസിൻ്റെ കാലിൻ്റെ അവിടെ ആയിട്ടൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഉണ്ടാവും. സോ അവിടെ നമ്മൾ ചെറിയൊരു ഗ്രേഡിങ് കൊടുക്കണം. അതിനുവേണ്ടി നമ്മളൊരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യാം. നമ്മൾ ഇതേപോലെ 2 ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ശേഷം ചെറിയൊരു സൈസ് ഇതേപോലെ സെറ്റ് ചെയ്യുക. അതെന്ന് പറഞ്ഞാൽ ഇത് ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ താഴെയായിട്ട്, അതായത് നമ്മുടെ ആ ഒരു ലെയർ കട്ട് ചെയ്യുന്ന ആ ഒരു പോർഷനിൽ വന്നിട്ട് കറക്റ്റായി സെറ്റ് ചെയ്യുക. ഏറ്റവും താഴെയല്ല, ഈ ഒരു പോർഷനിലായിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, നമ്മൾ അതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. ഇതേപോലെ ബ്ലാക്ക് ആക്കി കൊടുത്ത ശേഷം നമ്മൾ അതിലേക്ക് ഒന്ന് വൈപ്പ് എഫക്റ്റ് ആഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോയിലും ഈ ഒരു രീതിക്ക് തന്നെയാണ് ഗ്രേഡിയൻറ്റ് സെറ്റ് ചെയ്യാറ്. ഇതെന്ന് പറഞ്ഞാൽ ആംഗിൾ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, 90 ഡിഗ്രി സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫെദർ വന്ന് നമ്മൾ 100ലേക്ക് സെറ്റ് ചെയ്യുക. ഇതേപോലെ കറക്റ്റ് സെറ്റ് ചെയ്തിട്ട് സ്റ്റാർട്ട് വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് ആണൊക്കെ ഇവിടെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായി സെറ്റ് ചെയ്യുക. സോ ഞാനിപ്പോൾ അത് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ അടുത്തൊരു PNG ആഡ് ചെയ്യാണ്. നമ്മൾ മീഡിയയിലേക്ക് വന്ന ശേഷം ഈ ഒരു PNG ആണ് എടുക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ സൂം ഔട്ടൊക്കെ ചെയ്തിട്ട് എവിടെയാണോ വെക്കേണ്ടത് ആ ഒരു റേഞ്ചിൽ ഇതേപോലെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ താല്പര്യം ആ ഒരു റേഞ്ചിൽ കറക്റ്റ് സെറ്റ്. സോ ഇത്രയും സെറ്റ് ചെയ്ത ശേഷം ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളിതിലേക്ക് കുറച്ച് ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യണം. അതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ഈ ഒരു രണ്ടാമത്തെ PNG ആഡ് ചെയ്തെടുത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയ്ഡിങ് കാര്യങ്ങൾ, അതായത് ആ ഒരു കാലിൻ്റെ സ്ഥലത്ത് ചെറിയൊരു ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഒരു ബ്ലാക്ക് ആദ്യം ഒരു സർക്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്തിട്ട്
കളർ വന്ന് ഇതേപോലെ ഒരു ബ്ലാക്കിഷ് അല്ലെങ്കിൽ ഒരു ഗ്രേ കളറിലേക്ക് സെറ്റ് ചെയ്യുക. ഞാൻ ഇപ്പോൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. ദെൻ എഫക്സിൽ ആഡ് എഫക്സിൽ നമ്മൾ ബ്ലറിൽ ഗോഷ്യൻ ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇതേപോലെ ചെറിയ അതിൻ്റെ വാല്യൂസ് മാറ്റിയാൽ ചെറിയൊരു ഷാഡോ കണക്ക് അവിടെ കിട്ടും. സോ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൊടുക്കേണ്ട. ദെൻ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിൽ വന്ന ശേഷം നമ്മൾ ഏതൊരു ക്ലബിൻ്റെ ആണോ പ്ലെയർ ആണോ നമ്മൾ ചെയ്യുന്നത് ആ ഒരു പ്ലെയറിൻ്റെ ആ ഒരു ക്ലബിൻ്റെ ലോഗോ വന്ന് നമ്മൾ ഇതേപോലെ മുകളിലായിട്ട് ചെറിയ സൈസിൽ, അതായത് അത്യാവശ്യം കാണുന്ന എന്നാൽ അധികം ഓവറല്ലാത്ത ഒരു സൈസിൽ ഇവിടെയായിട്ട് കറക്റ്റ് സെൻറ്ററിലായിട്ട് വന്നിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് നമ്മളെ പ്ലെയറിൻ്റെ ജേഴ്സി നമ്പർ എത്രയാണോ ആ ഒരു ജേഴ്സി നമ്പർ ടൈപ്പ് ചെയ്യുക എന്നുള്ളതാണ്. സോ നമ്മൾ നമ്പർ എന്നുള്ളത് ഒരു ഫോണ്ടിൽ സെറ്റ് ചെയ്യുക. അതായത് നമ്പർ എന്ന് എഴുതി ഒരു ഡോട്ട് കൊടുക്കുക. ഓക്കെ, ഒരു ഡോട്ട് ഇതേപോലെ കൊടുത്തിട്ട് അതിൻ്റെ ഫോണ്ട് വന്ന് ലെമൺ മിൽക്ക് റെഗുലർ എന്നുള്ള ഫോണ്ട് കൊടുക്കുക. ദെൻ നമ്മൾ അതിൻ്റെ കളർ ഒന്ന് ബ്ലാക്ക് ആക്കി കൊടുക്കുക. അതുപോലെ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ ഇതേപോലെ ടോപ്പിലായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്ക് ടോപ്പിലായിട്ട്. ഞാനിപ്പോൾ അത് മുകളിൽ ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ഇനി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റിൽ വന്നിട്ട് ജേഴ്സി നമ്പർ എത്രയാണോ അത് ഇതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ ഫോണ്ടും വന്ന് ലെമൺ മിൽക്ക് റെഗുലർ തന്നെയാണ് കൊടുക്കുന്നത്. ദെൻ അത് നമ്മൾ ബ്ലാക്ക് ആക്കി കൊടുക്കുകയാണ്. ദെൻ നമ്മൾ ഇതേപോലെ മുകളിലായിട്ട് ഇവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് എവിടെയാണോ വെക്കാൻ താല്പര്യം, അതായത് നമ്പർ എന്നുള്ളതിൻ്റെ സൈഡിൽ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഞാൻ കറക്റ്റായിട്ട് സൈസ് സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈസ് സെറ്റ് ചെയ്യുന്നത് ഞാൻ കാണിക്കാത്തത് എന്താ വെച്ചാൽ ഓരോ ആൾ ഓരോ സൈസിലായിരിക്കും സെറ്റ് ചെയ്യുക. അപ്പം അത് സെറ്റ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും. നല്ല ടൈം എടുത്തിട്ട് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്യണം. അപ്പോൾ അത് ഇതിൽ കാണിക്കാതെ വെച്ചാൽ നല്ല ടൈം എടുക്കും. അതുകൊണ്ടാണ്. ദെൻ നമ്മൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഒരു റെക്റ്റാങ്കിൾ ഇതേപോലെ ആഡ് ചെയ്യുക. അതിൻ്റെ കളർ വന്ന് നമ്മൾ ഏതൊരു കളർ തീമിലാണോ ചെയ്യുന്നത് ആ ഒരു കളർ എടുത്ത ശേഷം നമ്മൾ ആ ഒരു നമ്പർ 10ൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് സെറ്റ് ചെയ്യണം. സോ നമ്മൾ ഇതേപോലെ സെറ്റ് ചെയ്യുക. നമ്മൾ 10ൻ്റെ താഴെയായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമ്മൾ എഡിറ്റ് ഷേപ്പിൽ വന്നിട്ട് ഷേപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് എക്സ് വൈ ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുക. അതിന് എത്ര സൈസാണോ ഉള്ളത് ആ ഒരു രീതിക്ക് സൈസ് കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അതായത് അധികം ബോറാവാത്ത രീതിയിൽ കറക്റ്റായിട്ട് വേണം നമ്മളത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് ഇവിടെ സൂം ടൂളിൻ്റെ ഒരു ഓപ്ഷൻ ഉണ്ട്. ലൈറ്റ് മോഷനിൽ ഇവിടെ ഒരു ലെൻസിൻ്റെ ചിഹ്നം ഉണ്ടാവും. അത് ടാപ്പ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ സൂം ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതുപോലെ സൂം ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ ഈ ഒരു പോർഷൻ തന്നെ കറക്റ്റായിട്ട് കിട്ടും. ഇവിടെ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത ശേഷം നമ്മളെ ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു റെക്റ്റാങ്കിൾ കസ്റ്റം ചെയ്യാൻ പറ്റും. കണ്ടില്ലേ, ഈ ഒരു രീതിക്ക് കറക്റ്റായിട്ട് നമ്മൾ കസ്റ്റം ചെയ്തിട്ട് ഇവിടെ സെറ്റ് ചെയ്യുക. സോ ആ ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ആ ഒരു മെത്തേഡിൽ സോ ഞാനിപ്പോൾ കറക്റ്റായിട്ട് ആ ഒരു ലെയർ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഞാൻ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഗ്രൂപ്പിൽ മെസ്സേജ് അയക്കുക. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലെങ്കിലും മെസ്സേജ് ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും എന്തായാലും. സോ ഈ ഒരു രീതിക്ക് സെറ്റ് ചെയ്യുക. നമ്മൾ പ്ലെയറുടെ നെയിം ഇവിടെ താഴെയായിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. അതിനോട് നമ്മൾ എന്ത് ചെയ്യുക, സെയിം ഫോണ്ട് തന്നെയാണ് എടുക്കേണ്ടത്. അതിനോട് നമ്മൾ പ്ലെയറിൻ്റെ പേര് ഇവിടെ ടൈപ്പ് ചെയ്യുക. നിങ്ങൾ ആരുടെ പേരിലാണോ ആ ഒരു പോസ്റ്റർ ചെയ്യുന്നത് ആ ഒരു പോസ്റ്റർ നെയിം ഇവിടെ കറക്റ്റ് സെറ്റ്. ഞാനിപ്പോൾ ലൗട്ടാറോ മാർട്ടീനസിൻ്റെ സ്പെല്ലിംഗ് ഇവിടെ അടിച്ചിട്ടുണ്ട്. ദെൻ നമ്മൾ അതിൻ്റെ കളർ വന്ന് നമ്മൾ എന്ത് ചെയ്യുക, ബ്ലാക്ക് ആക്കി കൊടുക്കുക. ദെൻ ഇതുപോലെ സിംഗിൾ ലൈൻ ആക്കി കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് സെൻട്രൽ ലൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യുക, നിർബന്ധമൊന്നുമില്ല. ദെൻ ടിക്ക് ഓപ്ഷൻ കൊടുത്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതേപോലെ താഴെയായിട്ട് സെറ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു പോർഷനിലായിട്ടാണ് നമ്മൾ പേര് സെറ്റ് ചെയ്യുന്നത്. ഈ ഒരു റേഞ്ചിൽ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മൾ ഈ ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്യണം. നമ്മൾ ആ ഒരു റെക്റ്റാങ്കിളിനെ ഡ്യൂപ്ലിക്കേറ്റ് എടുത്ത ശേഷം നമ്മൾ ഈ ഒരു താഴത്തേക്ക് സെറ്റ് ചെയ്താൽ മതി. കാരണം ആ ഒരു ലെങ്ത്ത് ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. സോ നമ്മൾ അതായത് നമുക്കിപ്പം മുകളിലും താഴെയുള്ള ആ ഒരു ലെയർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു മാർട്ടീനിയസ് എന്നുള്ള കവർ ചെയ്യുന്ന രീതിക്ക് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് മുമ്പ് എഡിറ്റ് ഷേപ്പിൽ വരാം. നമ്മൾ എന്ത് ചെയ്യുക, എക്സ് ആക്സിസ് ജസ്റ്റ് ഇതേപോലെ ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇതേപോലെ അഡ്ജസ്റ്റും ചെയ്താൽ കറക്റ്റായിട്ട് നമുക്കിവിടെ കിട്ടും. സോ നമ്മളതും ഇതേപോലെ കറക്റ്റായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഓവർലേസോ കാര്യങ്ങളോ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുക. ഞാൻ ഇപ്പോൾ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. മീഡിയയിലേക്ക് വന്നാൽ ഞാനിവിടെ ഓൾറെഡി യൂസ് ചെയ്യുന്ന കുറേയധികം മെറ്റീരിയൽസ് ടെലഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് യൂസ് ചെയ്യാം. ഇതേപോലെ ഡോട്ടും കാര്യങ്ങളെല്ലാം. സോ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറുതാക്കിയിട്ട് ഇവിടെ എവിടെയെങ്കിലും സൈഡിലോ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൊടുക്കുക. അതായത് ഈ ഒരു രീതിക്ക് ഇവിടെ സെറ്റ് ചെയ്തിട്ട് ഈ ഒരു ലെയറിൻ്റെ താഴെയായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്താൽ നമുക്ക് കറക്റ്റായിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് കിട്ടും. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കുക, വേണ്ടാന്നുണ്ടെങ്കിൽ കൊടുക്കണ്ട, അത് നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, ഞാനിപ്പോൾ ചെറിയൊരു രീതിക്ക് ഈ ഒരു സൈഡിലായിട്ട് നമ്മൾ ചെറിയൊരു ഓവർലേ എന്നുള്ള രീതിക്ക് കൊടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ കൊടുത്താൽ മതി, പ്യുവർലി നിങ്ങളുടെ ചോയ്സാണ്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആ ഒരു സൈഡിൽ നിന്ന് ഇപ്പുറത്തെ സൈഡിലേക്ക് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ആ ഒരു ഓവർലേ കൊണ്ടുവന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതി. ദെൻ നിങ്ങൾക്ക് ടീമിൻ്റെ പേരോ എന്തെങ്കിലും ഇവിടെ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ ലൗട്ടറോ മാർട്ടീനസിൻ്റെ ഒരു നിക്ക് നെയിം നോക്കിയ സമയത്ത് ഒരു നെയിം കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ഇതേപോലെ ഈ ഒരു ഇതാണ് ഞാനിപ്പം ഗൂഗിളിൽ നോക്കിയ സമയത്ത് നിക്ക് നെയിം എന്ന് പറഞ്ഞിട്ട് കണ്ടത്. എനിക്ക് നിക്ക് നെയിം ആണോ എന്താണ് സംഭവം എന്നറിയില്ല. ജസ്റ്റ് ഞാനിവിടെ കൊടുത്തേ ഉള്ളൂ. എല്ലാ പോസ്റ്റേഴ്സിലും ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പോലെ കൊടുത്തേ ഉള്ളൂ. ഇതെങ്ങനെ ചെയ്തെന്ന് വെച്ചാൽ
നോർമലി ടെക്സ്റ്റ് ആഡ് ചെയ്യുക. നമ്മൾ ലെമൺ മിൽക്ക് റെഗുലർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ നമ്മൾ ടെക്സ്റ്റ് സ്പേസിംഗ് ആണ് എഫക്റ്റ് ആഡ് ചെയ്തത്. അതായത് ലൈൻ സ്പേസിംഗ് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഈ ഒരു രീതി കിട്ടും. സോ അത്രയുള്ള നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഇനി ഇതേപോലെ എഡിറ്റിംഗ് വീഡിയോസ് ലഭിക്കാൻ വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാവരും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ